ഹാപ്പി മോർണിംഗ് ഓൾ. വെൽമൈൻ.in അവതരിപ്പിക്കുന്ന മിറാക്കിൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ 19ാമത്തെ അധ്യായമാണിന്ന്. വളരെ നല്ല രീതിയിൽ ഇത്രയും ദിവസം മുന്നോട്ട് പോയതിന് നമുക്ക് ആദ്യമായി സർവേഷനോട് നന്ദി പറയാം. ഇന്ന് ഈ ഒരു സുപ്രഭാതത്തിൽ എല്ലാവർക്കും ഉണർന്നെഴുന്നേൽക്കാനും സന്തോഷത്തോടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു ചേരാനും സാധിച്ചതിന് നമുക്ക് ആദ്യമായി സർവേഷനോട് നന്ദി പറയാം. ജീവിതത്തിൽ ഏറ്റവും നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് നന്ദിയാണ്. ഏതൊരു ആയാലും നന്ദിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ് നൽകിയിരിക്കുന്നത്. ഇസ്ലാം മതത്തിൽ ഏതൊരു കാര്യത്തിനും, ഏതൊരു നന്മയ്ക്കും തിന്മയ്ക്കും അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി എന്നൊരു വാക്കുണ്ട്. അതുപോലെ ബുദ്ധമതമാകട്ടെ, ഏതൊരു മതത്തിലും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ ഒരുപാട് വർണ്ണനകൾ കൊണ്ട് തന്നെയാണ്. ആ വർണ്ണനകൾ നൽകിയിരിക്കുന്നത് അതിൻ്റെ മൂല്യം അത്രത്തോളം വലുതായതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മിറാക്കിൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്തത് അനിൽകുമാർ സാറാണ്. നമ്മളിപ്പോ ഇത്രയും ദിവസം മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചിന്തകളിലും എല്ലാത്തിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോ ഫ്രം സീറോ ടു ഹീറോ നമ്മുടെ ചേഞ്ചസ്, ചെറിയ ചെറിയ ചേഞ്ചസ് വലിയ മാറ്റങ്ങൾക്കായിരിക്കും കാരണമാകുന്നത്. നമ്മളൊരു ഫ്ലൈറ്റ് അത് ഓടിക്കുന്നവർക്കറിയാം, ഒരു ചെറിയ വേരിയേഷൻ വരുത്തുമ്പോൾ അതിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ വളരെ വ്യത്യസ്തമായിട്ട് മാറുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഒരു വലിയ വിജയത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സീറോ ടു ഹീറോ എന്ന ഒരു സെഷനുമായിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്നത് അനിൽകുമാർ സാറാണ്. ഏവർക്കും സുപരിചിതനായ വ്യക്തിത്വം തന്നെയാണ് അനിൽകുമാർ സാർ. എക്സൈസ് ഓഫീസർ. ലഹരിക്കെതിരെ, കുട്ടികളിൽ കണ്ടുവരുന്ന ലഹരിക്കെതിരെ വളരെ വലിയ തോതിൽ ഒരു പ്രക്ഷോഭം എന്ന് പറയാം, ആ രീതിയിൽ തന്നെ ഒരുപാട് കുട്ടികളെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കാൻ നമ്മുടെ അനിൽകുമാർ സാറിന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ നന്മകളും, അതായിരിക്കട്ടെ നമ്മുടെ കുട്ടികളെ നല്ലൊരു പാതയിലേക്ക് ആക്കുക എന്നതായിരിക്കും ഏറ്റവും മഹനീയമായ ഒരു പ്രവൃത്തി. കാരണം ഭാവി തലമുറ നമ്മുടെ ഇന്നത്തെ കുരുന്നുകളിലാണ് ഇരിക്കുന്നത്. അതുപോലെ കൗൺസിലർ, മറ്റു പല മേഖലകളിലും ചെസ് മാസ്റ്റർ, അങ്ങനെ പല മേഖലകളിലും തന്റെ കഴിവ് തെളിയിച്ച അനിൽ സാറെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ വെൽമൈൻഡിലെ ഓരോ കുടുംബാംഗങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് ഓവർ ടു അനിൽ സർ. Good morning. Good morning. Morning, sir. Are you ready? Yes. Yes. Are you ready എന്ന് പറയുന്നത് പവർഫുൾ ലെസ് ആയിരിക്കണം. പണ്ടൊക്കെ നമ്മൾ എന്താ ഒരു യെസ് വേണോ നോ വേണോ, യെസ് നോ വേണോ എന്നൊക്കെയായിരുന്നു. ഇനി മുതൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മൾ അനുഭവിക്കുന്ന ആ സന്തോഷം, അതൊക്കെ നമ്മൾ ഇനി അറിയുകയാണ്. നമ്മളെ നമ്മൾ കൂടുതൽ അറിയുകയാണ്. നമ്മൾ ഈ ലോകത്ത് വേണം, നമ്മളുടെ സാന്നിധ്യം വേണമെന്ന് നമ്മൾ അറിയുക. അപ്പൊ ഇനിയും ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു, ആർ യു റെഡി? യെസ് എന്ന് പറയുമ്പോൾ നമ്മൾ അടിവൈറ്റ് ഇങ്ങനെ പറയണം. ആ യെസ് എന്ന് പറഞ്ഞാൽ അതൊരു യെസ് ആയിരിക്കണം. പണ്ടൊക്കെ ഒരുപാട് എസ് പറഞ്ഞിട്ടുണ്ട്. ആരും പറഞ്ഞില്ലല്ലോ സർ. അതല്ല, മ്യൂട്ടാണ് ചെല്ലു. എസ് എന്ന് പറയുമ്പോൾ ഒരു പവർഫുൾ. എന്നാൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് എല്ലാവർക്കും എസ് പറയുമ്പോൾ ശബ്ദം അടിവൈറ്റിൽ നിന്ന് ഞാൻ എസ് പറയുമ്പോൾ എന്റെ ഒരു എസ് തന്നെയാണ്. അപ്പൊ ആർ യു റെഡി? പവർഫുൾനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്കറിയാം, ഇന്ന് ഡേറ്റ് 19ാമത്തെ ദിവസം നമുക്ക് എത്തിയിരിക്കുന്നു. ഇറ്റ് ഈസ് എ മിറാക്കിൾ. ഇതുപോലെ ഒരുപക്ഷെ 19 ദിവസം അറ്റൻഡ് ചെയ്ത ഒരു സെഷൻ ഒന്നും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇല്ല. അപ്പൊ അത് തന്നെ എന്നെ മാറ്റി, എനിക്കറിയാം ഈ കേൾക്കുന്ന എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരിൽ. എവരിവൺ ടീച്ച് സംതിങ് ടു അസ് എന്നാണ്. ഓരോരുത്തരും ഓരോ പുസ്തകമാണ്. അപ്പൊ താങ്ക് യു ഫോർ പ്രസന്റ് ഹിയർ.
നമുക്ക് നമുക്ക് 3 അഫർമേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സെഷൻ ആരംഭിക്കാം. പ്ലീസ് റെഡി. ജസ്റ്റ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ആ ബ്രീത്ത് ഒന്ന് ജസ്റ്റ് അവെയർ ചെയ്യുക. ഇൻഹെയിലിംഗ് ബ്രീത്ത് gives you energy, exhaling breath gives you relaxation. ഊർജം തരുന്നു. ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം, പുറത്തേക്ക് വിടുന്ന ശ്വാസം വിശ്രമം തരുന്നു. ഇനി നമ്മൾ ഇടക്കിടക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ജസ്റ്റ് ലിസൺ യുവർ ബ്രീത്ത് ആൻഡ് ജസ്റ്റ് ലിസൺ യുവർ തോട്ട്സ് ഉണ്ടാവട്ടെ. ബ്രീത്ത് എടുക്കുക, പുറത്തേക്ക് വിടുക. ഇനി നമുക്ക് ഈ അഫർമേഷൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. I love my body. I love my body. I love my body. My body. Body. I am powerful. I am powerful. I am powerful. I am powerful. I am powerful when I respect myself. I am I am powerful. powerful when I respect myself. I am powerful when I respect myself. I am powerful. Respect myself. I am powerful when I love myself. I am powerful Love when my- I love myself. I have the power to create my dream life. I have I the am power power to create to create my life. I have the power to create my dream life. I have I the am power to power to create dream create life. my life. താങ്ക് യു. അപ്പൊ എല്ലാവരും ഇന്ന് സെഷന് വേണ്ടി റെഡി ആയി കഴിഞ്ഞു. നമ്മളല്ലേ പലരും പല എനർജി ലെവലോട് വന്നു. നമ്മൾ ഈ അഫർമേഷൻ എടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു വാഹനത്തിലായതുപോലെയാണ്. ഇനി നമുക്കൊരു യാത്ര ആരംഭിക്കാം. ആ യാത്രയ്ക്ക് പോകുവാൻ നിങ്ങൾ തയ്യാറായി എന്ന് പറയുന്നത് എന്നെ വളരെ സന്തോഷിപ്പിച്ചു. ആദ്യമേ തന്നെ നമ്മുടെ സർവേശ്വരനോട് നന്ദി പറയുന്നു, എൻ്റെ മാതാപിതാക്കളോട് നന്ദി പറയുന്നു, എനിക്ക് അനുഭവങ്ങൾ അറിവുകൾ തന്ന ഗുരുക്കന്മാരോട് നന്ദി പറയുന്നു. ഒപ്പം നമുക്ക് ഈ സൂം തന്ന ടീം യു പോയിന്റ് കിരൺദാസ് സാറും നമ്മുടെ ഇതിന്റെ ഒരു സാർ കൂടിയുണ്ട്, സാറിനോട് നന്ദി പറയുന്നു. ഒപ്പം വെൽ മൈൻഡിന്റെ എല്ലാമായ ഒരുപാട് മെന്റേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ മിന്നു മാം, നിഷ സോമൻ മാം, സപ്ന ഷാ, ഷബാസ് മാം, ഒപ്പം ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ പാർട്ടിസിപ്പന്റിനോടും എന്റെ നന്ദി പ്രത്യേകം തന്നെ പറയുന്നു. അത് കാരണം ഇന്ന് ഒരു പ്രത്യേക ഒരു സെഷനാണ്. അപ്പം റെഡി എന്നുമ്പോൾ എസ് കിട്ടിയപ്പോൾ തന്നെ വളരെ സന്തോഷമായി. ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ദി ഹാർഡസ്റ്റ് ട്രൂത്ത് ഇൻ ലൈഫ്, കാഠിന്യമേറിയ ഒരു സത്യം എന്താണ് ജീവിതത്തിലെ? പല ഉത്തരങ്ങൾ വരാം. ജസ്റ്റ് റിപ്പീറ്റ്. ദി ഹാർഡസ്റ്റ് ട്രൂത്ത് ഇൻ ലൈഫ്. ഡെത്ത്. ഓക്കെ. അടുത്ത ആള്. നമ്മളെല്ലാരും ജനിക്കുന്നു, മരിക്കുന്നു. ഓക്കെ. അടുത്തത് ജസ്റ്റ് അത് മാത്രമേ ഉള്ളൂ. റിപ്പീറ്റ് പറഞ്ഞോളൂ. ജീവിക്കുക. കഷ്ടപ്പെടുക, ജീവിക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ്. Life will not be fair always. Desire is always. Life will not be fair always. എല്ലായ്പ്പോഴും ലൈഫ് അങ്ങനെ. അത് നല്ലൊരു ആൻസർ. കുഴപ്പമില്ല, എല്ലാരും പറയുന്ന നല്ല ആൻസർ. ഇനി ഞാനൊന്ന് പറയട്ടെ, യുവർ ടൈം ഈസ് ലിമിറ്റഡ്. യെസ് ഓർ നോ? നമ്മുടെ സമയം ലിമിറ്റഡ് ആണ്. നമുക്ക് യു കാൻ പ്ലീസ് എവരിവൺ. എല്ലാവരെയും നമുക്ക് ജീവിതത്തിൽ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? യു വിൽ മേക്ക് മിസ്റ്റേക്സ് ആൻഡ് ഫേസ് ഫെയിലുവർ. അതൊരു ഹാർഡസ്റ്റ് ട്രൂത്ത് ആണ്. ഞാനെന്ന് പറഞ്ഞിട്ട് ഒരു ജീവിതത്തിൽ നമ്മളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക, അതൊരു ഹാർഡസ്റ്റ് ട്രൂത്ത് ആണ്. ഇതൊക്കെ അപ്പുറത്ത് ഹാർഡസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സെൽഫ് അക്സെപ്റ്റൻസ് ഇസ് എ ലൈഫ് ലോങ് ജേണി. നമ്മളെ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ എംബ്രൈസ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് മറ്റൊരു ജീവിത യാത്ര തന്നെയാണ്. ഓക്കെ. ഇനി നമ്മൾ കൂടുതൽ എന്റെ സെഷന്റെ പേര് എല്ലാവർക്കും അറിയാം. Zero to hero. ഇതോ സ്ലൈഡ് വന്നോ? Yes, Yes. sir. താങ്ക്സ് ടു സ്ലൈഡ്. അപ്പൊ ഞാൻ ആലോചിക്കുന്ന, ആർ യു റെഡി ടു നത്തിങ് ടു സംതിങ്? യെസ് ഓർ നോ? Yes.
Yes. Are you ready to victim mind to master mind? Yes or no? Yes. Yes. നമ്മളൊരു വിക്ടിമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു അടിമയാകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ നമ്മളുടെ മനസ്സിന്റെ ഉടമയാകാനാണ് ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു റെഡി ടു willing to a journey from zero to hero? Yes, sir. Yes. Yes. താങ്ക് യു. അങ്ങനെയാണെങ്കിൽ ഈ സെക്ഷൻ നിങ്ങൾ കേൾക്കേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് സീറോ ടു ഹീറോയിലേക്ക് പോകാം. നമ്മളിപ്പോ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമ്മളിപ്പോൾ എവിടെയാണ്? എനിക്ക് പോകേണ്ടത് എവിടെയാണ്? അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ മനസ്സിൽ ഉത്തരങ്ങൾ വരും എന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ എവിടെയാണ്? ഞാൻ എവിടെയാണ് എത്തേണ്ടത്? അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഒരുമിച്ച് കുറെ കാര്യങ്ങൾ പഠിക്കാം, ഒരുമിച്ച് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ആലോചിക്കുക, യു ക്യാൻ ഗിവൺ മൊമെന്റം ആൻഡ് ഗെറ്റ് 1 സ്റ്റെപ്പ് ക്ലോസർ ടു ബീയിങ് യുവർ ഗോൾ. നമുക്കൊരു ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ചെയ്യാം. ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്റ്റ് മൊമെന്റ്. ഒരിക്കലും പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ജസ്റ്റ് സ്റ്റാർട്ടിങ് ഫേസിങ് സ്റ്റെപ്സ്, 1 സ്റ്റെപ്പ് ടുവേഴ്സ് യുവർ ഗോൾ. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും പെർഫെക്റ്റ് മൊമെന്റ് വെയിറ്റ് ചെയ്യരുത്. ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സംതിങ് ടു ഗ്രേറ്റ്. വി ആർ ഓൾ നോട്ട് ബോൺ ഗ്രേറ്റ് പീപ്പിൾ. നമ്മൾ വലിയ മഹാന്മാരായിട്ടൊന്നും അല്ല ജനിച്ചത്. പക്ഷെ നമ്മൾക്ക് മഹാന്മാരാകാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും ഈ ഭൂമിയിലുണ്ട്. യു ആർ എ ഗ്രേറ്റ് പീപ്പിൾ. യു ഹാവ് ദ ചാൻസ് ടു. നിങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ആൾക്കാർ തന്നെയാണ്. ചരിത്രം വായിക്കേണ്ട ആൾക്കാരല്ല. നാളെ വരുന്ന തലമുറകൾക്ക് നിങ്ങളുടെ ചരിത്രം വായിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യെസ്, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ഹീറോ ആകാം. ആദ്യം നമുക്ക് തന്നെ എംബ്രേസ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമ്മൾ ഹീറോയാകാൻ ശ്രമിച്ചാൽ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മളുടെ ആ മൈൻഡ് സെറ്റ്, നമ്മളുടെ മനസ്സിന്റെ ആ അവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യുന്നു? എംബ്രേസ് ചെയ്യുന്നു. വേണമെങ്കിൽ നമുക്ക് പറയാം, എബിലിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മളുടെ കഴിവുകൾ, നമ്മളുടെ ഫെയിലുവർ അതൊരു ലെസണായിട്ട് എടുക്കാം. നമ്മളുടെ ചില ടിപ്പുകൾ നമ്മൾ എടുക്കാം. ചലഞ്ചസിനെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ, വെല്ലുവിളികളെ നമ്മൾ വിജയത്തിന്റെ പടികളാക്കി എടുക്കാം. അപ്പൊ അത് നമുക്ക് ആദ്യം എടുക്കാം. നമുക്ക് എന്താ? ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ നമുക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു മഹാനായി കഴിയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ലൈക്ക് ദ എക്സാമ്പിൾ ഓഫ് ഒരു ലോട്ടറി ഒരാൾക്ക് അടിച്ചാൽ അയാൾക്ക് ഒരുപക്ഷെ 50 കോടി കിട്ടിയാൽ ആ 50 കോടി കിട്ടാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല എങ്കിൽ അദ്ദേഹം പാപ്പരായി മാറും. അല്ലെങ്കിൽ കേരളത്തിൽ ലോട്ടറി അടിച്ച ഒരുപാട് കോടീശ്വരന്മാർ കാണുന്നതാണ്. അപ്പൊ അയാൾക്ക് എന്തില്ല? ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇല്ല. നമ്മൾ ഹീറോയാകണമെങ്കിൽ നമുക്കൊരു മൈൻഡ് സെറ്റ് വേണം. രണ്ടാമത് എന്താണോ? പവർ ഓഫ് ഗോൾ സെറ്റിംഗ്. നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യണം. ഇന്ന് ഗോൾ ഇല്ല എങ്കിൽ ഇന്ന് തന്നെ ഗോൾ സെറ്റ് ചെയ്യുക. എന്തൊക്കെ നമ്മൾ അതിനു വേണ്ടി ചെയ്യണം? ആ യാത്രയിലേക്ക് വേണ്ടി വെറുതെ ഒരു ഗോൾ എഴുതിക്കൊണ്ട് നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല. അതിനുവേണ്ടി കുറെ ഹാർഡ് വർക്ക് ചെയ്യുക, കുറെ സ്റ്റെപ്സ് ചെയ്യുക, അറിവുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിക്കുക. ഞങ്ങളും ഒരു ഗോൾ സെറ്റ്, കനൽ ഗോൾ സെറ്റ് എന്നും പറഞ്ഞൊരു ടീമിൽ അംഗങ്ങളാണ്. അവിടെയും എല്ലാ ആഴ്ചയും ഇതുപോലെ അവിടെ ചെന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മളുടെ ഗോളുകളൊക്കെ ഇങ്ങനെ പറയും. ആ ഒരു കനൽ ഗോൾ സെറ്റിന്റെ ഒരു എനർജി എന്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഞാൻ ഗോൾ സെറ്റ് ചെയ്തത് വിസിറ്റ് 2 കൺട്രീസ്, 2 രാജ്യങ്ങൾ ഒരു വർഷം വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു രാജ്യം സന്ദർശിച്ചു, മലേഷ്യ. മറ്റൊരു രാജ്യമായ കാനഡയിൽ പോകാനായിട്ട് വന്നപ്പോൾ അതിന്റെ പാസ്പോർട്ട് ഇഷ്യൂന്റെ വിസ ഇഷ്യൂന്റെ ചെറിയ വിഷയം എന്ന കാരണം പോകാൻ പറ്റില്ല. പക്ഷേ ഞാൻ എന്റെ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നു, വിസിറ്റ് 2 കൺട്രീസ് ഇൻ എ ഇയർ. അപ്പൊ ഇതുപോലെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം. അതെന്തായിരിക്കണം? ഗോളിനെ കുറിച്ച് പറയുന്നത് എന്തായിരിക്കണം? സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. ഞാനൊരു ഒരു ലോക ഗുസ്തി ചാമ്പ്യൻ ആവണമെന്ന് പറഞ്ഞ് ഗോൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ എല്ലാം ഇങ്ങനെ ഇടിച്ചിടിച്ച് നടന്നാൽ ഞാനാകില്ല. അതൊരു സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം, വിത്തിൻ ടൈം. ഞാൻ ഈ ഡിസംബർ 31 എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ എഴുതി വെക്കുക. ഗോ ഫോർ, വർക്ക് ഫോർ ദാറ്റ്, ടേക്ക് ആക്ഷൻ ഫോർ ദാറ്റ്. നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. മാസ്റ്റർ ദ ആർട്ട് ഓഫ് ഡെയിലി ഹാബിറ്റ്സ്. യെസ്, വി ആർ ഇൻ ഡെയിലി ഹാബിറ്റ്സ്. നമ്മൾ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു? അതൊരു ഡെയിലി ഹാബിറ്റാണ്. 21 ഡേയ്സ് ഇങ്ങനെ പോകുമ്പോൾ
അറിയാതെ നമ്മൾ എഴുന്നേക്കുമെന്ന് ഈ സെഷനിൽ പലരും പറഞ്ഞു. നമ്മളോട് കമ്മിറ്റ് ചെയ്യുന്നു. നമുക്ക് കുറെ കാര്യങ്ങൾ ഇനിയും ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കേണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ ഡെയിലി ഹാബിറ്റ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു. അതൊരു കൺസിസ്റ്റൻസി ആക്കുന്നു. ഇന്നും നാളെയും മാത്രമല്ല, അതിനുശേഷവും ഞാൻ അത് തുടരുന്നു. എന്തൊക്കെയാണ്? രാവിലെ എഴുന്നേൽക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, ബുക്കുകൾ വായിക്കുന്നു, ഞാൻ എഴുതി വെക്കുന്നു. പണ്ടൊക്കെ ഡയറി എഴുതാൻ എനിക്ക് മടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഡയറി എഴുതുന്നു. എൻ്റെ ഡയറിയിലെ ആ ഓരോ ദിവസവും ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സിഗ്നേച്ചർ ഇട്ട് വെക്കുന്നു. കണ്ടാ, ആ സിഗ്നേച്ചർ ഇട്ട് വെക്കുമ്പോൾ തന്നെ ഡേറ്റ്, സമയം ഇതെല്ലാം ഞാൻ എഴുതി വെക്കുമ്പോൾ അതൊരു എന്നെ മാറ്റിമറിക്കുന്നു. എന്നാലോചിച്ച് നോക്കിയേ, നമ്മളെ നമുക്ക് മാറ്റാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരാ മാറ്റുന്നത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഹാബിറ്റ്സ് മാറ്റുന്നു. യു ക്യാൻ മേക്ക് സോ മെനി ഹാബിറ്റ്സ് ഇൻ യുവർ ലൈഫ് ബൈ 21 days. രാവിലെ എഴുന്നേൽക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, മൈൻഡ്ഫുള്ളോടുകൂടി ഈറ്റ് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇനി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സും ശരീരവും, അല്ലാതെ TV കണ്ടിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. ആ ഭക്ഷണത്തിന്റെ ആ തുടക്കം തൊട്ട് ഈ ടേബിളിൽ എത്തിയത് വരെ നമ്മൾ എല്ലാവരോടും നന്ദി പറയുമ്പോൾ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് സെറ്റ് ചെയ്യുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ടുവേഴ്സ് അവർ ഫുഡ്. 5 തട്ടുകളായിട്ടാണ് ഒരു പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിലെത്തുന്നത്. അവിടെ പലരുടെയും വേദനകൾ നമ്മൾ കണ്ടു. ഒരുപക്ഷെ ലോഡ് ചെയ്യുമ്പോൾ ആ ലോഡ് ചെയ്യുന്നതിനിടയിൽ ഒരു തൊഴിലാളി വണ്ടിയിൽ നിന്ന് വീഴാം. അദ്ദേഹത്തിന്റെ കണ്ണുനീർ, ആ കൃഷിക്കാരന്റെ ആ കടങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഒരു അരിമണി പോലും നമ്മൾ വേസ്റ്റ് ആക്കില്ല. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര പാലക്കാടേക്ക് നടന്നു. ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെ ഒരു ആഗ്രഹമായിരുന്നു സൈലന്റ് വാലി. ഇതിലാരെങ്കിലും സൈലന്റ് വാലി പോയവരുണ്ടോ? പോകേണ്ടതാണ്. നിശബ്ദതയുടെ താഴ്വര, ചിത്രശലഭങ്ങളുടെ താഴ്വര, യാതൊരുവിധ പ്ലാസ്റ്റിക് മാലിന്യവും ഇല്ലാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ കരുതലോടുകൂടി നമ്മെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് സൈലന്റ് വാലി. വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസ് ഞാൻ പറയുന്നു. ഞങ്ങളങ്ങനെ അവിടെ ചെന്നു. അപ്പൊ ഇങ്ങനെ ആ യാത്രയിൽ ഞങ്ങൾക്ക് രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ മൊത്തം 4 പേരുണ്ടായിരുന്നു. കാറിൽ യാത്ര ചെയ്യുമ്പോൾ എവിടെയാണ് ഭക്ഷണം കഴിക്കണമെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പൊ ഓരോ ഹോട്ടലിലൂടെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ആയിരിക്കും, ഒരു ഗ്രാമീണ ടച്ചുള്ള ഹോട്ടൽ, മുള വെച്ചുള്ള ഒരു ഹോട്ടൽ കണ്ടു. അപ്പൊ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ 2:30 കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് അവർ പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കി. ഞങ്ങൾ വളരെ ടേസ്റ്റോട് കഴിച്ചു. അപ്പൊ ടേസ്റ്റോട് കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു. ഒന്ന് ആലോചിച്ചു സാറേ, നമ്മൾ എത്രയും ദൂരം കവർ ചെയ്ത് എറണാകുളത്ത് നിന്ന് പാലക്കാട് വരെ എത്തിയപ്പോൾ ഈ ഹോട്ടൽ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ഭക്ഷണം റെഡിയാക്കാനായിട്ടൊരു ഒരു മാജിക്കൽ, ഒരു മിറാക്കിൾ ഇല്ലേ? അപ്പം ഞങ്ങളുടെ ഓഫീസർ പറഞ്ഞു, ശരിയാണ്, ഈ അരിമണിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആര് കഴിക്കണമെന്ന്. അതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ഓരോ അരിമണിയിലും എഴുതി വെച്ചിട്ടുണ്ട് കഴിക്കുന്നത്. അപ്പൊ എനിക്ക് അതെല്ലാരും പറയുന്ന ഒരു ഡയലോഗാണല്ലോ. അപ്പൊ ഞാൻ അല്പം കൂടി ആഡ് ചെയ്തു. സാറേ, ആ അരിമണിയിൽ ആര് കഴിക്കുന്നു എന്നോടൊപ്പം തന്നെ ആരോടൊപ്പം കഴിക്കണമെന്ന് പോലും എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എപ്പോൾ കഴിക്കണമെന്നും എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ചിലപ്പോൾ ഒരു യാത്ര ചെയ്ത് വരുമ്പോൾ ഒരുപക്ഷെ ഒരു 5 മണിക്ക് കഴിക്കണമായിരിക്കും. ആ 5 മണിക്ക് വേണ്ടി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ചോറിനെ നമ്മൾ നന്ദിയോടെ ഓർക്കണ്ടേ? അപ്പൊ നമുക്ക് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഒക്കെ കൊണ്ടുവരാം. അപ്പൊ നമ്മൾ 3ാമത്തെ കാര്യം പഠിച്ചു, ലേൺ ആൻഡ് അഡാപ്റ്റ്. ലേൺ ആൻഡ് അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുക, ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് സ്വീകരിക്കുക. നെവർ സ്റ്റോപ്പ് ലേണിംഗ്. ഒരിക്കലും പഠനം നിർത്തരുത്. ഇപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ വന്നപ്പോൾ നമ്മുടെ പഠനങ്ങൾ തുടർന്നുകൊണ്ടേയിരിപ്പുണ്ട്. യെസ് ഓർ നോ? ശരിയല്ലേ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നമുക്ക് എന്ത് മടിയാണെന്നറിയാവോ? നമ്മൾ ഒരിക്കലും പഠനം നിർത്തരുത്. പഠനം തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്നറിയാവോ? നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ്. അതല്ല, ഞാനിപ്പോൾ സോഷ്യോളജി എനിക്ക് പഠിക്കാൻ പറ്റി, സൈക്കോളജി എനിക്ക് PG എടുക്കാൻ പറ്റി. അത് ഈ ഒരു ഗ്രൂപ്പിൽ വന്നതോടുകൂടി, കനൽ ടീമിൽ വന്നതോടുകൂടി, ബെൽമൈൻഡിൽ വന്നതോടുകൂടിയുള്ള ഒരു ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു, ഒപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മളുടെ സ്കില്ലുകൾ വളർത്തുക. ഓരോരുത്തരും ബ്ലെസ്ഡ് വിത്ത് സോ മെനി സ്കിൽസ്. എനിക്ക് എഴുതാനുള്ള കഴിവുണ്ട്, വായിക്കാനുള്ള കഴിവുണ്ട്, പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്, എനിക്ക് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മൾ ഒരുപക്ഷെ റിട്ടയർ ചെയ്ത് ഞാൻ വേണ്ട, ഇതൊക്കെ മതി എന്ന് പറഞ്ഞിരുന്നാൽ ശരിയാകില്ല. എന്റെ കഴിവുകൾ ഞാനൊരു യുണീക്ക് ആണെന്ന് ബോധ്യപ്പെടുമ്പോഴോ നമുക്ക് ഒരുപാട് പേർക്ക് നൽകേണ്ടതുണ്ട്.
അപ്പം 4ാമത്തെ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ലേൺ ആൻഡ് അക്സെപ്റ്റ്, അഡാപ്റ്റ്. 5ാമത്തത് ബിൽഡ് എ സപ്പോർട്ട് നെറ്റ്വർക്ക്. ഇത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയതാണ്. ബിൽഡ് എ സപ്പോർട്ട് നെറ്റ്വർക്ക്. നമ്മുടെ ഗോളുകൾ, നമ്മളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന ആ ഗ്രൂപ്പുകളിൽ ആൾക്കാരോട് പറയുക. നോക്കൂ, അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലൊരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടാക്കുക. ബിൽഡ് എ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് who support you, who encourage you, who will help you to become a position above your dreams. നിങ്ങൾ നല്ല കൂട്ടായ്മകളിൽ വരുമ്പോൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അവർ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ കണ്ടുവരുന്ന അതാണ്. നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു, വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അതിലൊരു തമ്പ് ഉണ്ടായിരിക്കാം, ഒരു ലൈക്ക് ഉണ്ടായിരിക്കാം, വെരി ഗുഡ് എന്നുള്ള ആ ഇതുണ്ടായിരിക്കാം. അതാണ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ എന്തെങ്കിലും വരുമ്പോൾ ഒരു തമ്പിന് പോലും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. കണ്ടാ, ഞാനൊരു സംഭവം ഇട്ടപ്പോൾ ഒരു ലൈക്ക് കിട്ടിയല്ലോ, ഒരു കമന്റ് കിട്ടിയല്ലോ, നമുക്കൊരു നഷ്ടവുമില്ല. ബട്ട് അത് ആ അപ്രീസിയേഷൻ ഒരുപക്ഷെ അയാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക. ടേക്ക് ആക്ഷൻ. ഇതെന്തൊക്കെ ചെയ്താലും, ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടത് ടേക്ക് ആക്ഷൻ. ദ പവർ ഓഫ് ടേക്കിംഗ് ആക്ഷൻ ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. നമ്മളിപ്പോൾ നമ്മൾ എവിടെയാണ് എത്തിച്ചേരേണ്ടത്? അതൊരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? കൺസിസ്റ്റൻസി വേണം, ഹാർഡ് വർക്ക് വേണം, സപ്പോർട്ട് വേണം, മെന്ററിങ് വേണം. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കണം. നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു 5 വർഷത്തിനിടയിലാണ് കുറെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. NLP പഠിക്കാൻ പറ്റി. അതിന് 4 ദിവസം നമ്മൾ അവിടെ പോയി നിന്ന് പഠിക്കേണ്ടി വന്നു. അപ്പൊ അതൊക്കെ എനിക്ക് കുറെ കാര്യങ്ങൾ പഠിച്ചു. റാഡിക്കൽ ഹീലിംഗ് എന്നൊരു കോഴ്സ് പഠിച്ചു, മെന്റലിസം പഠിച്ചു, ഹിപ്നോട്ടിസം ഒരു 4 ദിവസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ഞങ്ങളുടെ മുമ്പിൽ നിന്നൊക്കെ ഒരു കുട്ടി കള്ളത്തരം പറയുകയാണെങ്കിൽ അവന്റെ കണ്ണുകളിൽ ചലനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് അസസ് ചെയ്യാം. അവൻ ഓർത്തെടുക്കുകയാണ് എന്ത് കള്ളത്തരം പറയണമെന്ന്. അവന്റെ കണ്ണുകൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ടോപ്പിലേക്കോ ഒക്കെ പോകുമ്പോൾ അവൻ പ്രിറ്റൻഡഡ് ടു ബി ഹോണസ്റ്റ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെയാണെങ്കിലും നമുക്ക് വേണ്ടത് ടേക്കിംഗ് ആക്ഷൻ, സ്മോൾ സ്റ്റെപ്സ്. വേണമെങ്കിൽ ബ്രേക്ക് ദ ടാസ്ക് ഇൻ ടു മാനേജബിൾ ആൻഡ് ചെറിയ സ്റ്റെപ്പുകളായിട്ട് അതിനെ നമുക്ക് മാറ്റാം. ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ മാറ്റുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? അത് നമുക്ക് ഈസി ടു അച്ചീവ്. വീണ്ടും പറയുന്നു, ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്റ്റ് മൊമെന്റ്. നാളത്തേക്ക് മാറ്റി വെക്കരുത്. ദ സ്റ്റെപ്പ് ടുഡേ. ഇന്ന് ഈ സെഷൻ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നു, ഗോൾ സെറ്റ് ചെയ്യുന്നു. ഞാൻ നാളത്തേക്ക് മാറ്റുന്നില്ല, ഞാൻ പിന്നെ അടുത്ത മണിക്കൂറുകളിലേക്ക് മാറ്റുന്നില്ല. ഇന്ന് തന്നെ ഡയറി എടുത്ത് നിങ്ങളുടെ ഗോളുകൾ എഴുതുന്നു. 9 മേഖലകളിൽ ഗോളുകൾ എഴുതാം. ഫിസിക്കൽ ലെവൽ, നിങ്ങളുടെ ഫാമിലി ലെവൽ, സ്പിരിച്വൽ ലെവൽ. സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഫാമിലിയോടൊപ്പം എന്തുമാത്രം സമയം ചെലവഴിച്ചു? അത് നിങ്ങളുടെ ലോങ് ടൈം ഗോൾ എന്താണ്? ഷോർട്ട് ടൈം ഗോൾ എന്താണ്? ടേക്ക് ആക്ഷൻ. അതിനുവേണ്ടി ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. ഉറങ്ങാൻ പറ്റില്ല ഇനി. അബ്ദുൽ കലാം പറഞ്ഞല്ലേ, നിങ്ങളെ ഉറക്കില്ല. നമുക്ക് ഇതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊരു തോന്നൽ. അടുത്ത സെലിബ്രേറ്റ് സ്മാൾ വിൻസ്. നമ്മൾ വലിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ആഘോഷിക്കണം. ഈവൻ യുവർ ബ്രീത്ത്. എല്ലാരും ഒന്ന് ബ്രീത്ത് എടുത്തേ. കണ്ടാ, ഇന്നെടുക്കുന്ന ഒരുപാട് ബ്രീത്തുകളില് ഒരു ചെറിയൊരു സ്മാൾ ബ്രീത്ത് ആണ്. നമ്മൾ ആ സ്മാൾ ബ്രീത്ത് വരെ നമ്മൾ ആലോചിക്കുന്നു, ജസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നു. എനിക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റിയല്ലോ. ഇന്നലെ ഉറങ്ങിയ ആൾക്കാർ പലരും ഇന്ന് ബ്രീത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഹോസ്പിറ്റലുകളിൽ ICUയിൽ മാസ്കും മറ്റെന്താ വെച്ചാൽ വെന്റിലേറ്ററിൽ കിടക്കുന്നുണ്ട്, ബ്രീത്ത് എടുക്കാൻ പറ്റാതെ. നമ്മൾ എന്ത് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണെന്ന് ആലോചിക്കുക. സെലിബ്രേറ്റ് സ്മാൾ വിൻസ് എന്ന് പറയുമ്പോൾ ചെറിയ നിമിഷങ്ങളിലെ ആ ഒരു ടൈനി ഗ്യാപ്പ് വരെ നിങ്ങൾക്ക് ലിസൺ ചെയ്യാം.
ഏതാ ടൈനി ഗ്യാപ്പ്? എ ടൈനി ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ബ്രീത്ത്സ്, രണ്ട് ശ്വാസങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ ബ്രീത്ത് വരെ നിങ്ങൾ ലിസൺ ചെയ്യുമ്പോൾ യു ക്യാൻ എൻജോയ് യുവർ ലൈഫ്. ഒരു ശ്വാസം എടുത്ത് അടുത്ത ശ്വാസം എടുക്കുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ ഗ്യാപ്പ് നോക്കൂ. നിമിഷങ്ങളായി കൊഴിയുന്ന സമയത്തിന്റെ ചെറു കണികകളിലാണ് വിജയത്തിന്റെ രഹസ്യം കുടിയിരിക്കുന്നത്. നിമിഷങ്ങളായി പൊഴിയുന്ന സമയത്തിന്റെ ചെറുകണികകളിലാണ് വിജയത്തിന്റെ രഹസ്യം കുടിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് അറിയുകയാണ്, നമ്മളെ കൂടുതൽ അറിയുകയാണ്, നമ്മുടെ കഴിവുകൾ അറിയുകയാണ്, നമ്മളുടെ വീക്ക്നെസ് അറിയുകയാണ്, നമ്മളുടെ സ്ട്രെങ്ത് അറിയുകയാണ്, ഈ ഭൂമിയിൽ എന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയുകയാണ്. ഐ ക്യാൻ ഡു ഗ്രേറ്റ്. ഇന്നലെ വരെ അതിനു മുമ്പ് വരെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പാസ് ഇറ്റ്. നമ്മൾ ജസ്റ്റ് റീഡ് 1-2 പേജുകൾ മാത്രമേ ജീവിതത്തിന്റെ വായിച്ചിട്ടുള്ളൂ. അത് ചിലപ്പോൾ ഒരു കഷ്ടപ്പാടുകളായിരിക്കാം, ഇന്നലെ കഷ്ടപ്പാടായിരിക്കണം, ഇന്ന് കഷ്ടപ്പാടായിരിക്കാം. പക്ഷെ നമ്മൾ അറിയാൻ പോകുന്നു നമ്മളുടെ സാന്നിധ്യം. അപ്പൊ റെക്കറിച്ച് ജേണി ഉണ്ടാ, നോട്ട് ദ ഡെസ്റ്റിനേഷൻ. നമ്മൾ ആ ഓരോ യാത്രയുമാണ് നമ്മൾ അറിയുക. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു ഓപ്പർച്യൂണിറ്റി ജസ്റ്റ് ഹെഡ്. ഇതാ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് അവസരങ്ങൾ. Success is not a destination, but a lifelong journey. But a lifelong journey. Anyone can start from zero and achieve hero. Keep going, keep learning, and keep striving. നമുക്ക് ഹീറോ ആകാനായിട്ട് ഈസി ടു എന്താണ് സീറോ ടു ഹീറോ എന്ന് പറഞ്ഞാൽ? കൺസെപ്റ്റ് അബൌട്ട് സ്റ്റാർട്ടിങ് ഫ്രം നത്തിങ് ടു അച്ചീവ് ഗ്രേറ്റ്നെസ്. നത്തിങ് ടു അച്ചീവ് ഗ്രേറ്റ്നെസ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നോ മാറ്റർ വെയർ യു സ്റ്റാർട്ട്. നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു ഇമ്പോർട്ടന്റ് അല്ല. വിത്ത് ദ റൈറ്റ് മൈൻഡ് സെറ്റ്. നല്ലൊരു മൈൻഡ് സെറ്റ് വേണം, ഡിറ്റർമിനേഷൻ വേണം, ആൻഡ് ആക്ഷൻ വേണം, പ്രവർത്തനം വേണം. കീപ് ഗോയിങ്, കീപ് ലേണിംഗ്, ആൻഡ് കീപ് ട്രൈയിങ് ടു ബെറ്റർ. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതം ഒരു യാത്രയാണ്, ഒരു ലൈഫ് ലോങ് ജേണിയാണ്. ഇന്നലെ വരെ നമ്മുടെ കഴിവുകളെ നമ്മൾ കണ്ടെത്തിയില്ല എങ്കിൽ ഇന്ന് നമ്മളൊരു ഹീറോ ആകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാനുള്ള ഒരു അവസരമാണ് ഞാൻ തുറന്നിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊരു തോന്നൽ എന്റെ സെഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായി. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പഠിച്ചെന്ന് ഒന്ന് മനസ്സിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ എഴുതിയിട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പോയിന്റുകൾ വേണമെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യാം. എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് പറയാവോ? എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട പോയിന്റുകൾ എന്ന് പറയാവോ? ഓക്കെ. Build discipline and consistency. ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. അച്ചടക്കവും ആ ഒരു സ്ഥിരതയും വേണം നമുക്ക്. പിന്നെയോ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ട്. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം. മൈൻഡ് സെറ്റ് നമ്മുടെ വലുതാകണം. ഇപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് വലുതായിക്കൊണ്ടിരിക്കുന്നു. വി ആർ നോട്ട് ദ സെയിം പേഴ്സൺ യു വെയർ 18 days ago. 18 ദിവസത്തിന് മുമ്പുള്ള ആൾക്കാരല്ല ഞാനും നിങ്ങളും. ആഫ്റ്റർ 21 days നമ്മൾ പറയുന്നു വി ആർ നോട്ട് ദ സെയിം പേഴ്സൺ വി വെയർ 21 days ago. ഞാൻ പറയുന്നു ഇന്നലത്തെ ആൾക്കാരല്ല നമ്മൾ ഇന്ന്. ഞാൻ വീണ്ടും അതിനെ അല്പം കൂടി പറയുന്നു, അരമണിക്കൂർ മുമ്പുള്ള ആൾക്കാരല്ല നിങ്ങൾ ഇപ്പോൾ. ഞാൻ വീണ്ടും പറയുന്നു, ഓരോ നിമിഷവും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഗ്രോയിങ്, വി ആർ ലേണിംഗ്, വി ഗെറ്റ് മോർ എക്സ്പീരിയൻസസ്. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് പഠനങ്ങൾ, ഒരുപാട് ഹാർഡ്ഷിപ്പ്, നമുക്ക് വേദനകളും ഇതെല്ലാം ഉണ്ടാകും. അപ്പൊ നമുക്ക് നല്ല ഗ്രോത്ത് മൈൻഡ് സെറ്റോടുകൂടി, ഡിസിപ്ലിൻ ലൈഫോടുകൂടി, ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട്, നല്ലൊരു സപ്പോർട്ട് നെറ്റ്വർക്ക്, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. നെറ്റ്വർക്ക് ഞങ്ങളുടെ അനുഭവങ്ങളും ഞങ്ങളുടെ അറിവുകളും ഷെയർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായി മതി. ലേൺ ആൻഡ് അഡാപ്റ്റ്, ദെൻ ടേക്ക് ആക്ഷൻ. ഓപ്പർച്യൂണിറ്റി എഹെഡ്. അവസരം ഇതാ മുന്നിലുണ്ട്. വീണ്ടും ആവർത്തിക്കുന്നു,
എല്ലാവരും രണ്ട് കൈ ഉയർത്തിയിട്ട് പറയുക, we have the power within us. Repeat it. We have the power within Have the us power within us. to overcome all our apparent limitations. Overcome all our parent limitations. Don't blame circumstances, fate, bad Don't luck, blame. poor timing. എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ വീട്ടുകാരെല്ലാം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ജീവിക്കാനേ പഠിച്ചിട്ടുള്ളൂ. നോക്കൂ, ഇതിനെല്ലാം നമുക്ക് അവസരമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരു സീറോ ടു ഹീറോയും നത്തിങ് ടു സംതിങ്ങും ആകാനുള്ള ഒരുപാട് അവസരങ്ങൾ ജീവിതത്തിലുണ്ട്. ഇന്നു മുതൽ അത് എൻജോയ് ചെയ്യുകയാണ്. ആ ഹാപ്പിനെസ് നിങ്ങളുടെ മുഖത്തിലുണ്ടാവുന്നു, നിങ്ങളുടെ കണ്ണുകളിലുണ്ടാവുന്നു. നിങ്ങളുടെ കണ്ണുകളൊക്കെ പണ്ടത്തെ എന്താ പാതി മൂടിയൊരു കണ്ണായിരുന്നു, ദുഃഖിതയുടെ കണ്ണായിരുന്നു, ഒരു വിക്ടിമിന്റെ കണ്ണായിരുന്നു. ഇനി നമ്മൾ കണ്ണുകൾ തുറന്നു നോക്കുന്നു. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഏറ്റവും കാണുന്ന അകലെ കാണുന്ന ഒരു ദൂരം നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിന്റെ വികാസം കാണുന്നു, നിങ്ങൾ കാണുന്ന കാഴ്ചകൾ മാറുന്നു, നിങ്ങൾ പഠിക്കുന്ന അനുഭവങ്ങൾ വരുന്നു. ഒന്ന് നോക്കി, ഏറ്റവും അകലെയുള്ള ഒരുപക്ഷെ നിങ്ങൾ ഹാളിലാണെങ്കിൽ ഏറ്റവും എൻഡ്, ഒരു മുറിയിലാണെങ്കിൽ മുറിയിലെ ഭിത്തി, അത് നമ്മൾ കാണുന്നു. പണ്ടൊന്നും നമ്മൾ അത് കണ്ടില്ലായിരുന്നു. എനിക്കും എന്റെ കാഴ്ച ഒരു 10 മീറ്റർ അകലെയുള്ള ജനലിന് വെളിയിലുള്ള ഒരു കെട്ടിടത്തിലേക്ക് എനിക്ക് ദൃഷ്ടി ഉറപ്പിക്കാം. പണ്ടൊക്കെ ഞാൻ വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പൊ എന്റെ മനസ്സ്, എന്റെ മൈൻഡ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയി. ഇത് നിങ്ങൾക്കും അനുഭവിക്കണം. അപ്പൊ വീണ്ടും പറയുന്നു, ഒരു പ്രധാനപ്പെട്ട ഒരു ഇതോടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ബ്രോണി ബെയർ എന്നൊരു എഴുത്തുകാരിയുണ്ട്, ഓസ്ട്രേലിയൻ എഴുത്തുകാരിയാണ്. പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അവരെഴുതിയൊരു ബുക്കുണ്ട്, വെരി വെരി സർക്കുലേറ്റിംഗ് ബുക്ക്, ദ ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ദ ഡൈയിങ്. ദി ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ദ ഡൈയിങ്. അവരിങ്ങനെ ഒരുപാട് പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്തപ്പോൾ മരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കുറിച്ച് പഠിച്ചു. അപ്പൊ അവരെല്ലാം അവസാന കാലങ്ങളിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതി. അതാണ് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്താണെന്ന് പറഞ്ഞത്, 95-ാം വയസ്സിൽ ഓരോരുത്തരും പറയുന്നതിനൊരു കോമൺ ടച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ 5 കാര്യങ്ങൾ എഴുതി. ആ ബുക്ക് വൈറലായി. ആ ബുക്ക് ഒരുപാട് കോപ്പികൾ വിറ്റഴിഞ്ഞു. ആരാണ് എഴുത്തുകാരി? ബ്രോണി ബെയർ. അവരെഴുതി എന്താണ്? എനിക്ക് എന്റേതായ രീതിയിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് എന്റേതായ രീതിയിൽ നല്ല സൗഹൃദങ്ങൾ കണ്ടെത്താൻ പറ്റില്ല, എനിക്ക് നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല, എന്റെ സ്വപ്നങ്ങളെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, എന്റെ കഴിവുകളെ എനിക്ക് കണ്ടെത്താൻ പറ്റില്ല, ഞാൻ എപ്പോഴും ഒരു വിക്ടിം മൈൻഡ് സെറ്റ് ആയിരുന്നു. പ്രിയമുള്ളവരെ, 95-ാം വയസ്സിലോ അല്ല 80 വയസ്സിന് മുകളിലോ നിങ്ങൾ ആലോചിക്കുന്ന ആ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് ടേക്ക് ആക്ഷൻ. നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. എംബ്രേസ് യുവർ, അഡാപ്റ്റ് ആൻഡ് ലേൺ. പഠിക്കുക, നിങ്ങൾ സ്വീകരിക്കുക. ഈ ലോകത്ത് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ കഴിവുകളെ, നിങ്ങളുടെ ആ അറിവുകളെ വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വളർച്ചയ്ക്ക് നമ്മളെ തടസ്സം നിൽക്കുന്ന അതെല്ലാം, നമ്മുടെ വെല്ലുവിളികളും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം നമ്മളുടെ വിജയത്തിന്റെ ആവശ്യമാണ്. പ്രതിരോധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ പ്രതിബന്ധങ്ങൾ പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നു. പിന്നെന്താ? വളർച്ചയ്ക്ക് പരിശ്രമം ആവശ്യമാണ്. ഇതെല്ലാം നമുക്ക് നേടിക്കൊണ്ട് നല്ലൊരു വ്യക്തിത്വത്തിനുടമയായി നമുക്ക് മാറാം. അപ്പൊ എന്നെ സീറോ ടു ഹീറോ എന്ന സെഷൻ വിജയകരമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു. നിങ്ങളിലേക്ക് കുറച്ചറിവുകൾ അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ എന്റെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വളരാം, ഒരുപാട് അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് നൽകാം. ബിക്കോസ് ടൈം ഈസ് ലിമിറ്റ്. സമയം കുറച്ചേ ഉള്ളൂ. ഒരുപാട് നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വേദനിപ്പിക്കാൻ അനുവദിക്കില്ല. എനിക്കും ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാം, നല്ല കൂട്ടായ്മകൾ വരാം, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാം. നിങ്ങളും പഠിക്കണം NLP എന്താണെന്നുള്ളത്, നിങ്ങളും പഠിക്കണം എന്താണ് മെന്റലിസം എന്നുള്ളത്, മാജിക് പഠിക്കണം, ഹിപ്നോതെറാപ്പി പഠിക്കണം. ഇതെല്ലാം പഠിച്ചുകൊണ്ട് നമുക്ക് വളരെ ഉയരങ്ങളിലെത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബാക്ക് ടു ഷബാസ് മാം. Thank you, sir. താങ്ക് യു അനിൽ സർ. വളരെ ഗംഭീരമായ ഒരു സെക്ഷൻ ആയിരുന്നു. സീറോ ടു ഹീറോ, അതായത്
നമ്മുടെ കല്ലറകളിലാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് നമ്മുടെ കല്ലറകളാണെന്ന് പറയുന്നു. കാരണം ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ, ഒരുപാട് വലിയ വലിയ പദ്ധതികൾ എല്ലാം എന്താണ് അടക്കം ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ കല്ലറകൾ എന്ന് പറയുന്നു. അപ്പോ നമ്മുടേതും ഒരുപാട് വലിയ സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് നമ്മൾ കഴിയുന്നു. ആ നമ്മുടെ പ്രതീക്ഷകളും അതുപോലെ കല്ലറകളിൽ ആവാതെ നമുക്ക് ഈ ലോകത്ത് അത് പൂവണിഞ്ഞ ശേഷം പോകാൻ സാധിക്കട്ടെ. അപ്പൊ അതിനു വേണ്ടി ഈ ഒരു നിമിഷം നമ്മൾ സ്വപ്നം കാണുക മാത്രമല്ല ചെയ്യേണ്ടത്, അതിനുവേണ്ടി പ്രയത്നിക്കണം എന്ന് അനിൽ സാറിന്റെ 0 to Hero എന്ന ഈ ഒരു സെഷനിൽ നിന്ന് നമുക്ക് വ്യക്തമായി. അപ്പൊ നമ്മളും ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾ കല്ലറകളിൽ എത്തപ്പെടാതെ അത് ഇവിടെ എന്താണ് ഇവിടെ ഫലവത്തായ രീതിയിൽ നമ്മുടെ ഒരു കാൽപ്പാട് ഈ ഒരു ഭൂമിയിൽ പതിപ്പിച്ച ശേഷം നമുക്ക് ഇവിടെ നിന്നും പിരിയാം. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ 0-യിൽ നിന്നും നിങ്ങളുടെ ഏറ്റവും പവർഫുള്ളായ ഹീറോ വേർഷനിലേക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് ഞങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിയ അനിൽ സാറിന് വളരെ നന്ദി അറിയിക്കുന്നു. നമുക്കൊരു മെഡിറ്റേഷനോട് കൂടി നമുക്കിത് അവസാനിപ്പിക്കാം. എല്ലാവരും റിലാക്സ് ആയിട്ട് ഇരിക്കുക. നിങ്ങളുടെ സ്പൈൻ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. ഇന്ന് ഷാനി മാം ഒന്നും മെഡിറ്റേഷൻ റെഡി ആയില്ല, അത്രയ്ക്കും പവർഫുൾ സെഷൻ ആയിരുന്നു അനിൽകുമാർ സാറിന്റെ. അതിലങ്ങ് ലയിച്ചിരുന്നു പോയി. അതുപോലെ അംബിക ടീച്ചറിന്റെ ചിരി, ഈ ഒരു സെഷൻ ഫുൾ ആ ഒരു ചിരിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. നമുക്കൊരു കാര്യം അപ്പോൾ എല്ലാവരും ഷബാസ് മാം, നമുക്ക് ഈ സൂം തന്ന രമേശൻ മാഷ് സാറാണ്, ഒപ്പം കിരൺദാസ് സാറുമാണ് നമുക്ക് വേണ്ടി ഇത്രയും രാവിലെ വന്ന് ഇതൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ആ നന്ദി ഒന്ന് രമേശൻ സാറിനും കിരൺദാസ് സാറിനും ഒന്ന് അറിയിച്ചേക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന്. ഓക്കെ, താങ്ക് യു രമേശൻ സാർ ആൻഡ് കിരൺ സാർ. എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. ഞാനും ടീം വ്യൂ പോയിന്റിന്റെ ഒരു സ്ഥിരം ആളാണ്. അപ്പോൾ സാറിനും ഞങ്ങൾ ഈ വെൽമൈൻഡ്.ഇന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. എല്ലാവരും സ്വസ്ഥമായി ഇരിക്കുക, കംഫർട്ടായിട്ട് ഇരിക്കുക. നിങ്ങളുടെ കൈകൾ മടിയിൽ തുറന്നു വെക്കുക. സ്പൈൻ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കട്ടെ. സാവധാനം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. ഹോൾഡ് ഫോർ എ മൊമെന്റ്. ബ്രീത്ത് ഔട്ട് സ്ലോലി. Again, take a deep breath in. Hold for a moment. Breathe out slowly. Once again, take a deep breath in. Hold for a moment. Breathe out slowly. നിങ്ങളുടെ മനസ്സും ശരീരവും ശാന്തമായി മാറുകയാണ്. വളരെ റിലാക്സ് ആയി മാറിയിരിക്കുന്നു. റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്താൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ 2 കാൽപാദങ്ങളിലേക്കും കൊണ്ടുവരിക. കാൽപാദങ്ങളിലെ ഓരോ പേശികളും ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ നിങ്ങളുടെ മുട്ടുകളിലേക്ക് കൊണ്ടുവരിക. മുട്ടുകളിലെ ഓരോ പേശിയും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ തുടയിലേക്ക് കൊണ്ടുവരിക. തുട ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ നിങ്ങളുടെ വയറിലേക്ക് കൊണ്ടുവരിക. വയറിലെ ഓരോ മസിൽസും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം നിങ്ങളുടെ ശ്രദ്ധ നെഞ്ചിലേക്ക് കൊണ്ടുവരിക. നെഞ്ചിലെ ഓരോ പേശികളും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം നിങ്ങളുടെ ശ്രദ്ധ കഴുത്തിലേക്ക് കൊണ്ടുവരിക.
കഴുത്തിലെ ഓരോ പേശികളും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ മുഖത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ മുഖത്തെ ഓരോ പേശികളും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ നിങ്ങളുടെ 2 കൈകളിലേക്കും കൊണ്ടുവരിക. 2 കൈകളിലെയും മസിൽസ് ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശരീരം പൂർണ്ണമായും ടൈറ്റ് ചെയ്യുക. ശേഷം റിലാക്സ് ആക്കുക. നിങ്ങളുടെ മനസ്സും ശരീരവും പൂർണ്ണമായും ശാന്തമായി മാറിയിരിക്കുകയാണ്. റിലാക്സേഷന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു മനോഹരമായ ഉദ്യാനത്തിൽ എത്തിയിരിക്കുന്നു. ഉദ്യാനത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്. ഉദ്യാനത്തിലെ കിളികളുടെ ശബ്ദവും അതിലൂടെ ഒഴുകുന്ന പുഴയുടെ കളകള ശബ്ദവും ഉദ്യാനത്തിലെ പൂക്കളുടെ സുഗന്ധവും അവിടുത്തെ ആ ഒരു തണുത്ത കാറ്റും എല്ലാ നന്മകളും ഒരു ഉദ്യാനത്തിന്റെ എല്ലാ ഭംഗികളും ആവോളം ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഉദയസൂര്യന്റെ പ്രഭാകിരണങ്ങൾ നിങ്ങളിൽ വന്ന് പതിക്കുന്നു. നിങ്ങളെ പോസിറ്റീവ് എനർജിയാൽ നിറയ്ക്കുന്നു. അത് ഉദയസൂര്യനിൽ നിന്നുള്ള ഒരു ഗോൾഡൻ യെല്ലോ കളർ അത് നിങ്ങളുടെ മൂർധാവിൽ വന്ന് പതിക്കുകയും അവിടെ നിന്നും വളരെ സാവധാനം താഴേക്ക് നിങ്ങളുടെ കണ്ണുകളിലൂടെ, മൂക്കിലൂടെ, വായിലൂടെ താഴേക്ക് വളരെ സാവധാനം ഒഴുകുകയും ആ ഒരു കിരണത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും എത്തിപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരം പൂർണ്ണമായും ഒരു പോസിറ്റീവ് എനർജിയാൽ നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ പോസിറ്റീവ് എനർജി മാക്സിമം ബോഡിയിലേക്ക് ഫീൽ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ വളരെ സാവധാനം പുറകോട്ട് പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഓരോ സംഭവങ്ങളിലും മനസ്സ് അറിയാതെ ചെന്ന് തട്ടി തട്ടി പുറകോട്ട് പോകുന്നു. നിങ്ങൾ നിർബന്ധപൂർവം മനസ്സിനെ കൊണ്ടുപോകേണ്ടതില്ല. അത് തനിയെ നിങ്ങളുടെ ബാല്യത്തിലേക്ക് പോയിക്കോളും. നിങ്ങൾ അവിടെ നിന്നും നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിലേക്ക് കയറുന്നു. അതിനും പിറകിലോട്ട് നിങ്ങൾ പോകുന്നു. നിങ്ങളുടെ പൂർവികരുടെ എല്ലാ നന്മകളും അവരുടെ ജീവിതത്തിലുണ്ടായ എല്ലാ പരാജയങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്കെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജൈത്രയാത്ര മുന്നോട്ട് പോരുകയാണ്. ആദ്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയമുണ്ടാകുകയാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ബീജത്തിൽ നിന്നും വളരെ സക്സസ് ആയി അമ്മയുടെ അണ്ഡവുമായി കൂടിച്ചേർന്ന് നിങ്ങൾ എന്ന ആ ഒരു ജീവന് ജന്മം കൊള്ളുന്നു. അതിന് സർവേശ്വരനോട് നന്ദി പറയുക. അവിടെ നിന്നും ആ വിജയം വളരെ മുന്നോട്ട് കുതിക്കുകയാണ്. ജീവിതയാത്രയിൽ നിങ്ങൾ മുന്നോട്ട് കുതിക്കുകയാണ്.
അമ്മയുടെ ഉദരത്തിൽ അമ്മയിൽ നിന്നുള്ള ശ്വാസം ഏറ്റുവാങ്ങി അവിടെ നിങ്ങൾ മുന്നോട്ട് വളരുകയാണ്. അമ്മയിൽ നിന്നും സ്വീകരിക്കേണ്ടതെല്ലാം സ്വീകരിച്ച് ഒരു നാൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുകയാണ്. ആദ്യമായി അമ്മയിൽ നിന്നുള്ള പൊക്കിൾ കൊടി പൊറിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഓക്സിജൻ അത് ശ്വസിക്കാനായി നിങ്ങൾ വാവിട്ട് കരയുന്നു. ഓരോ പ്രതിസന്ധികളും മറികടന്ന് നിങ്ങളുടെ ജീവിതയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ഒരുപാട് വീഴ്ചകൾക്കൊടുവിൽ നിങ്ങൾ നടക്കാൻ പഠിക്കുന്നു. നിങ്ങളുടെ സംസാരം നിങ്ങൾ പഠിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളും സങ്കടങ്ങളിൽ നിന്നും ഒരുപാട് നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജൈത്രയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ഈ ഓരോ നിമിഷത്തിലും നിങ്ങൾക്ക് താങ്ങായി തണലായി നിന്ന ഓരോന്നിനും നന്ദി അറിയിക്കുക. നിങ്ങൾക്ക് നന്മകൾ നൽകിയ ഓരോരുത്തർക്കും നന്ദി അറിയിക്കുക. നിങ്ങൾക്ക് പരാജയം സമ്മാനിച്ച ഓരോന്നിനും നന്ദി അറിയിക്കുക. ഈ സങ്കടങ്ങളും പരാജയങ്ങളും സന്തോഷങ്ങളുമാണ് നിങ്ങളെ കൂടുതൽ വളരാൻ സഹായിച്ചത്. ഓരോന്നിനും നന്ദി പറയുക. നിങ്ങളുടെ ജീവിതയാത്രയിലെ ഓരോ സന്ദർഭങ്ങളിലും അറിയാതെ നിങ്ങളുടെ മനസ്സ് കൊണ്ടെത്തിക്കും. ഓരോന്നിനും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ വളർച്ചയുടെ പടവുകളിലാണ്. ഓരോ സംഭവങ്ങളിൽ നിന്നും നന്മ സ്വാംശീകരിച്ച് നിങ്ങൾ ഈ ഒരു നിമിഷത്തിൽ എത്തിച്ചേർന്നു. നിങ്ങൾ പുറകോട്ട് വീണ്ടും തിരിഞ്ഞെന്ന് ആലോചിക്കുമ്പോൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ പരാജയങ്ങളും ഓരോ സങ്കടങ്ങളും അത് നിങ്ങൾക്ക് കൂടുതൽ കരുത്തുറ്റതാകാൻ, ഇന്ന് ഈ ഒരു നിമിഷം നിങ്ങൾക്ക് ഏറ്റവും മനോഹരമാക്കാൻ അത് നിങ്ങളെ സഹായിച്ചതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഓരോന്നിനും നന്ദി പറയുക. മനസ്സറിഞ്ഞ് നന്ദി പറയുക. വീണ്ടും ഈ നിമിഷത്തിൻ്റെ സന്തോഷം നന്മ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് കുതിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു. അതെല്ലാം നേടാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോന്നും നേടിയതിൻ്റെ സന്തോഷം, ഓരോ വിജയങ്ങളും നിങ്ങൾക്ക് ലഭിച്ചതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജൈത്രയാത്ര വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ആസ്വദിച്ച് അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ജീവിതം വളരെ ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു. അതിലുണ്ടാകുന്ന ഓരോ സങ്കടങ്ങളും അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പരാജയങ്ങളും എല്ലാം കൂടുതൽ കൂടുതൽ നിങ്ങളെ കരുത്തുറ്റതാക്കി നിങ്ങൾ ഏറ്റവും നേടാൻ ആഗ്രഹിച്ച ആ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ആ ഒരു അവസാന വിജയം, അതിൻ്റെ ആ ഒരു നന്മകളും സന്തോഷവും കോൺഫിഡൻസും എല്ലാം നിങ്ങളുടെ ബോഡിയിലെ ഓരോ കോശങ്ങളിലേക്കും എത്തിച്ചേരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു നിമിഷം നന്നായി ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു നിമിഷത്തിൻ്റെ നന്മ നമ്മുടെ ശരീരത്തിലേക്ക് മാക്സിമം നൽകാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു എനർജി മാക്സിമം അനുഭവിച്ചറിയുക. ആ ഒരു നിമിഷത്തിൽ കുറച്ചു നേരം നിങ്ങൾക്ക് കഴിയാവുന്നതാണ്.
തിരികെ നമുക്ക് ഈ ഒരു നിമിഷത്തിലേക്ക് വരേണ്ടതാണ്. അതിനായി നിങ്ങൾ ഈ ഒരു നിമിഷത്തിലേക്ക് സഞ്ചരിക്കേണ്ടതാണ്. ആ വലിയ വിജയം ആഘോഷിച്ച് അതിൻ്റെ എല്ലാ സന്തോഷങ്ങളും നേടി നിങ്ങളുടെ ഈ ഒരു നിമിഷത്തിലേക്ക്, നിങ്ങൾ ഇപ്പോൾ കഴിയുന്ന ഈ ഒരു നിമിഷത്തിലേക്ക് വളരെ സാവധാനം തിരികെ വരിക. ഇന്ന് വളരെ സന്തോഷമായി നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നു. എല്ലാത്തിനും ദൈവത്തോട് നന്ദി പറയുക. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. Take a deep breath in. Hold for a moment. Breathe out slowly. Again, take a deep breath in. Hold for a moment. Breathe out slowly. നിങ്ങളുടെ കൈകളിലെയും കാലുകളിലെയും വിരലുകൾ മൃദുവായി ചലിപ്പിക്കുക. 3, 2, 1. നിങ്ങളുടെ രണ്ട് കൈകളും നന്നായി കൂട്ടിത്തിരുമ്മി ഒരു ചെറു ചൂട് വരുമ്പോൾ കണ്ണിൽ വെച്ച് ചെറു പുഞ്ചിരിയോടെ ഈ ലോകത്തിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. എ ഹാപ്പി മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് Thank you. Thank you everybody. Thank you. All of you and Thank you. Good morning. Thank you very much. morning. പ്ലീസ് ഒന്ന് ഓഫ് ചെയ്തേ. Okay. താങ്ക് യു. 19ാമത്തെ ദിവസത്തിന്റെ ആ മനോഹരമായ ഒരു പ്രഭാതമാണ് നമ്മളിപ്പോൾ നേരിട്ടത് അല്ലേ? അപ്പൊ എന്തായാലും 2 ദിവസമാണ് നമ്മൾ ക്രിക്കറ്റ് കളിയിൽ 2 ബോള് 10 റൺസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 6ഉം 4ഉം അടിക്കണം അല്ലെ? അല്ലെങ്കിൽ കളി ഇനി കിട്ടില്ല. ഇതുപോലൊരു അവസരം ഇതുപോലത്തെ ഒരു ദിവസം ഇനി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ നിമിഷവും നമ്മൾ തള്ളിവിടുകയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചു. എന്തായാലും 2 സിക്സർ 2 6 ആണെങ്കിൽ 12 റൺസ് കിട്ടും. അതാണ് റൺസ് കൂടിയുണ്ടെന്ന് കരുതിയിട്ട് ടീമിൽ നിന്ന് പുറത്താക്കിയല്ല. അപ്പൊ നമ്മൾ മിനിമം വേണ്ട, മാക്സിമം. വെരി ഗുഡ്, നല്ല സജഷൻ. അപ്പൊ ഇന്നത്തെ സെഷൻ എന്തായാലും ഇനി 2 ദിവസം കൂടി നമ്മുടെ യാത്രയുള്ളു. അപ്പം നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. പഠിക്കുക. എവറി ടൈം എ ലേണർ. ഡോണ്ട് ബി എ ഫോളോവർ എന്നാണ്. ഓക്കെ. അപ്പം ഇന്നത്തെ ഒരു 5 മിനിറ്റ് കൂടി ഇന്നത്തെ സെഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ നിന്ന്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് നിങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി ഒരു സഹായമാകും. ഓക്കെ. ആരാണ് ആദ്യം പറയുന്നത്? Yes, sir. നല്ല സെഷൻ ആയിരുന്നു. നല്ല സന്തോഷമുണ്ട്. 0 to ഹീറോ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഓർത്തു, ഞാൻ ഓൾറെഡി കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം 0 എന്ന് പറയാൻ പറ്റൂ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പം ഹീറോയിൽ നിന്ന് സൂപ്പർ ഹീറോ ആകാമെന്ന് തീരുമാനിച്ചു. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ 0 ആയിട്ടുണ്ടാവും. കാരണം നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ പുതിയതായി തുടങ്ങുന്ന കാര്യങ്ങൾ, അതിലൊക്കെ നമ്മൾ 0 തന്നെയാണ്. അപ്പോൾ അതിൽ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു ഹീറോ ആയിട്ട് മാറുന്നു. നല്ല ക്ലാസ് ആയിരുന്നു സാർ. ഇൻസ്പയറിംഗ് ആണ്. താങ്ക് യു സാർ. താങ്ക് യു സന്തോഷ് സാർ. മോട്ടിവേഷണൽ ബേസ് സാർ പറഞ്ഞത് നമ്മളൊരു സൂപ്പർ ഹീറോ ആകണം. നല്ലൊരു കാര്യം. ഓക്കെ, താങ്ക് യു. ഇനി ആരാണ് എടുത്തത്? ഓക്കെ. കുമാർ സാറിന്റെ ക്ലാസ് 0 to ഹീറോ. ഈ 0 അതിൽ കിടക്കുന്ന നമ്മളെ സാറ് ഹീറോയിലേക്ക് തന്നെയാണ് എത്തിച്ചേർത്തിരിക്കുന്നത്. എത്ര ക്ലാസ് കേൾക്കാത്തവർക്ക് എത്ര നഷ്ടങ്ങളാണ്. നമ്മുടെ ഓരോ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഒരു മാസ്റ്റർ ഡെയിലി ഹാബിറ്റ് ആകുക. പിന്നാണെങ്കിൽ സാർ 5, 7, 6 ടിപ്സ് നമുക്ക് തന്നു. അത് എനിക്കത് എത്ര നന്ദി പറഞ്ഞാലും സാറിനെ അങ്ങോട്ട് മതിയാകില്ല. ഞാൻ സാധക സമാജത്തിലെ വലിയൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഓടിച്ചാടി വന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഈ ആനന്ദ സന്തോഷം
സന്തോഷത്തിൽ അങ്ങ് ആറാടുമായിരുന്നു. അതായത് ഞാൻ ഇതിലേക്കായി തീർന്നല്ലോ, ഈ സീറോ ആകാതെ ഞാനൊരു ഹീറോ ലെവലിലേക്ക് തന്നെ പോകാൻ നാളെ മുതൽ എൻ്റെ ജീവിതം വേറെ ഒരു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ മാറ്റത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു സാറ്. ഒത്തിരി കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുണ്ട് ഇതിനകത്ത്, ഒരുപാട് കാര്യങ്ങൾ. ഒരുപാട് ആൾക്കാർ ഇപ്പൊ എന്നെ അവിടെ വന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. ഞാനൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കത്തിലേക്ക് പോകുകയാണ്. ആ പോകുമ്പോൾ പുതിയ ജീവിതമാണ്. ഇതുവരെ ഉള്ള ദുഃഖങ്ങൾ നമ്മുടെ ഭസ്മം പറഞ്ഞ പോലെ ദുഃഖങ്ങളെല്ലാം മാറ്റിവെച്ചു, എല്ലാം തീർന്നു. എന്തെല്ലാം തരണങ്ങൾ ചെയ്തു. നമ്മുടെ ഈ മെഡിറ്റേഷനകത്ത് തന്നതിനകത്ത് പറയുന്ന പോലെ എന്തെല്ലാം തരണം ചെയ്തു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ എന്തെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയി. ഈ ലാസ്റ്റ് മൊമെന്റിൽ എനിക്ക് ഈ ഒരു ഹീറോ ആകാൻ കഴിഞ്ഞതിൽ എനിക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട്. ഞാൻ ഹീറോ ആയി തന്നെ തീരും സാറേ, യാതൊരു സംശയവുമില്ല. അത് ഞാൻ നന്ദി നിങ്ങൾക്ക് രണ്ടുപേർക്കും. നമ്മുടെ ഈ വെൽമൈൻഡ് ഇനിയും 2 ദിവസം കൂടെ ഉള്ളതെന്നോട് ഓർക്കുമ്പോഴൊരു സങ്കടമുണ്ട്. പോരാന്നാണ് തോന്നുന്നത് ഓരോ ദിവസം കഴിയുന്നവരും നമുക്ക്. താങ്ക് യു സാർ. ടീച്ചർ ഞങ്ങളുടെ ഹീറോ തന്നെയാണ്. താങ്ക് യു അംബേ ടീച്ചറുടെ വാക്കുകൾക്ക് നന്ദി. ഇനി ആരാണ് അടുത്ത? സാറേ, ആരാണ്? ഞാൻ ദീപ ടീച്ചറാണ്. ദീപ ടീച്ചറെ പറഞ്ഞു. നല്ല സെഷൻ ആയിരുന്നു സാറേ. ശരിക്കും നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു ഇതായിരുന്നു. കാരണം നമ്മള് ഡെയിലി ലൈഫിൽ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ ഇതിങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല. നമുക്കിങ്ങനെ എന്തെങ്കിലും കുറവുകളുണ്ടോ, അതൊക്കെ മാറ്റണോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു സെഷനായിരുന്നു. വളരെ നല്ല സെഷനായിരുന്നു സാർ. താങ്ക് യു ദീപ ടീച്ചർ. അതെ, ദീപ ടീച്ചർ പറഞ്ഞ കാര്യം ഇതാണ്, നമ്മൾ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ചെയ്താൽ ഇന്നലത്തെ റിസൾട്ടേ ഇന്ന് കിട്ടുള്ളൂ. അപ്പം ഡു സംതിങ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് റിസൾട്ട്. അടുത്താരാണ്? ഗുഡ് മോർണിംഗ് സാർ, ഞാൻ ഷൈനി. സാറിന്റെ ക്ലാസ് 0 to ഹീറോ വളരെ നല്ല ഒരു മേഖലയായിരുന്നു. നിങ്ങളിങ്ങനെ എല്ലാ ദിവസവും ഓരോ വിഷയങ്ങൾ എടുക്കുന്നത്, അത് എന്തുമാത്രം അതിന്റെ പിന്നിൽ ഉള്ള എഫേർട്ട് ഭയങ്കരമാണ്. അപ്പൊ സാർ ഇന്നെടുത്ത ആ ഒരു മേഖല വളരെ നന്നായിരുന്നു. എല്ലാ മേഖലയിലും നമ്മള് ഹീറോ അല്ലല്ലോ. അപ്പം നമ്മള് സീറോയിൽ തന്നെയാണ്. ഞാൻ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ, അപ്പോ അതിൽ നിന്ന് കുറച്ചും കൂടെ ഒരു വ്യത്യാസം, ഒരു ഹീറോയിലേക്ക് വരുവാൻ സാറിന്റെ ക്ലാസ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഒരു വിക്ടിം ആയി നിലനിൽക്കാതെ ഒരു വിന്നറിലേക്ക് പോകുവാൻ ഉള്ള ഒരു കഴിവുണ്ടാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. സാറിന്റെ ക്ലാസ് അതെനിക്ക് പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷൈൻ ടീച്ചർ. ഷൈൻ ടീച്ചർ പറഞ്ഞത് ഒരു വിക്ടിം മൈൻഡിൽ നിന്ന് വിന്നർ മൈൻഡിലേക്ക്, വിക്ടിം മൈൻഡിൽ നിന്നൊരു വിക്ടറി വിജയൻ മൈൻഡിലേക്ക് മാറണം. നല്ല പോയിന്റ് ആണ് ഷൈൻ ടീച്ചർ പറഞ്ഞത്. താങ്ക് യു. ഇനി ആരാണ്? സുരേഷ് സാറുണ്ട്. ആരാണ് പറയാം? അഭിലാഷ് സാറുണ്ടല്ലോ. ആരാണ് അടുത്ത്? ശ്രീലത മാം. സംസാരിച്ചല്ലോ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ 2 ദിവസം കൂടിയുള്ള യാത്ര. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ ഇന്നലെ ഗോളൊക്കെ എഴുതുക. നമ്മുടെ ഗ്രൂപ്പിലെ ടാസ്ക് ഇനിയും ചെയ്തു തീർക്കേണ്ട പെട്ടെന്ന് തന്നെ ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അഭിലാഷ് സാറെല്ലാം പറയുന്നുണ്ടോ സാറേ? അഭിലാഷ് സാർ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാറേ, സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇത്ര മനോഹരമായ സെഷൻ എടുത്തതിന് വളരെയധികം നന്ദി മാത്രം പറയുന്നു. താങ്ക് യു സാർ. അത് മതി. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും അഭിപ്രായം അറിയിച്ച് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അപ്പം നമ്മുടെ ടീം വ്യൂ പോയിന്റിനോട് നന്ദി അറിയിക്കുന്നു. കാരണം ഇത്രയും ദിവസം യാതൊരു തടസ്സമില്ലാതെ സൂം വന്നത് ടീം വ്യൂ പോയിന്റ് ആണ്. രമേശൻ മാഷ് സാറും കിരൺ ദാസ് സാറുമാണ്. കറക്റ്റ് നമ്മൾ എഴുന്നേക്കുന്നത് തന്നെ നമുക്ക് വേണ്ടിയിട്ട് സൂം ഓപ്പൺ ചെയ്ത 19 ദിവസം ഉണ്ട്. അതാണ് നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരോടും
ഓക്കെ. Thank you, sir. താങ്ക് യു സാർ. താങ്ക് താങ്ക് യു. യു.